സുഹൃത്തുക്കളെ, ഇന്ന് വീണ്ടും എൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പുകളുമായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. എനിക്ക് ഉറപ്പുണ്ട് അത് നിങ്ങളിൽ പലരുടെയും ഹൃദയ ഇടിപ്പുകളുമായി ബന്ധമുണ്ടായിരിക്കും എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ അമേരിക്കയിൽ പോയ പ്രായമുള്ള ഒരു അപ്പൻ്റെയും അമ്മയുടെയും കഥ എൻ്റെ ചാനലിൽ വിവരിച്ചിരുന്നു. അത് സോഷ്യൽ മീഡിയ വഴി കണ്ട എൻ്റെ ഒരു അടുത്ത കുടുംബ സുഹൃത്താണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആ ചാനലിൽ വിവരിച്ച പിതാവിൻ്റെയും മാതാവിൻ്റെയും കാര്യം ഞാൻ കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ആ കഥ വളരെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയൊരു മകന് വിദേശത്ത് നിന്ന് അവിടെ ജനിച്ചു വളർന്ന ഒരു മലയാളി കുട്ടിയെ കല്യാണം കഴിച്ച് അമേരിക്കയിൽ പോയപ്പോൾ പിതാവിനെയും മാതാവിനെയും അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആ പിതാവ് ഒരു 3 മാസം കൂട്ടിലിട്ട കിളിയെപ്പോലെ അവിടെ ജീവിച്ച അവസാനം ഒറ്റയ്ക്ക് മാതാവ് അവിടെ നിന്നു തിരിച്ചു വന്ന ഒരു കഥയാണ്. കഥയെന്ന് പറയാൻ പറ്റത്തില്ല, റിയലായിട്ട് സംഭവിച്ച കാര്യമാണ്. ഞാൻ ഈ മനുഷ്യന് എൻ്റെ അടുത്ത സ്നേഹിതനാണ്, ഇദ്ദേഹത്തിന് എന്താ പറയാനുള്ളത്? അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു, വിശേഷങ്ങളൊക്കെ തിരക്കിയ ശേഷം അദ്ദേഹം പറഞ്ഞു, എനിക്കും ഒരു കാര്യം പറയാനുണ്ട്, അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ആശ്വാസം കിട്ടും. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാലും കുഴപ്പമില്ല, ഒരു കണക്ക് ഇടുകയാണ് നല്ലത്, പേര് മാത്രം പറയാതിരുന്നാൽ മതി. ഞാൻ പറഞ്ഞു, ഓഫ് കോഴ്സ് ഞാൻ പേര് പറയില്ല. അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത്? അദ്ദേഹം ഒരു ചെറിയ ജോലി കൊണ്ടാണ് കുടുംബം പുലർത്തിയത്. അദ്ദേഹത്തിന് 2 മക്കളും ഉണ്ടായി. ഈ 2 മക്കളെ അദ്ദേഹം നല്ല സ്കൂളിൽ നല്ല സൗകര്യങ്ങളോടുകൂടി വിട്ട് പഠിപ്പിച്ചു. അവരെ സ്കൂൾ ബസ്സിനാണ് വിട്ടുകൊണ്ടിരുന്നത്. 2 ആൺമക്കൾ. മൂത്ത ആൺമോന് 8ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ അവനൊരു വലിയൊരു ആഗ്രഹം പറഞ്ഞു. ആ പിതാവിനെ കൊണ്ടത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ സ്കൂളിൽ എൻ്റെ ക്ലാസ്സിലുള്ള മിക്കവാറും എല്ലാവർക്കും നല്ല കാറുകളുണ്ട്, നമുക്ക് മാത്രം കാറുമില്ല, ഒന്നുമില്ല. ഞാൻ 8ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാനാകുമ്പോഴത്തേന് അച്ചാച്ചനൊരു കാര്യം ചെയ്യണം, ഒരു കാറ് മേടിച്ച് പരീക്ഷയ്ക്കെങ്കിലും എന്നെ കാറിൽ കൊണ്ടുപോകണം. ഈ പിതാവിനതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എങ്കിലും മക്കളെ കണ്ടുമാനം സ്നേഹിച്ച് പിതാവ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ചെറിയ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് ബാങ്കിൽ നിന്ന് ഒരു ലോണ് എടുത്ത് അക്കാലത്തെ ഒരു ചെറുതല്ല എന്നാൽ വലുതുമല്ലാത്തൊരു മിഡിൽ സെഗ്മെൻറ്റിൽ പെടുന്നൊരു കാറ് ലോണായിട്ടെടുത്തു. ആ കാറ് ഡെലിവറി എടുക്കാൻ പോയപ്പോൾ മൂത്ത മകനാണ് അപ്പൻ്റെ കൂടെ പോയത്. ഷോറൂമിൽ ചെന്നു. കാറ് പുതിയത് ഡെലിവറി എടുക്കുന്ന ഒരു ചടങ്ങാണ്, അവിടെ ഒരു ആഘോഷം പോലെയാണ്. ആ ആഘോഷം എന്ന് പറഞ്ഞാൽ ഈ താക്കോൽ ദാനം, ഫോട്ടോ എടുക്കൽ, അത് കഴിഞ്ഞ് കുറേ സ്വീറ്റ്സ് വിതരണം, പിന്നെ ഒരു 1-2 പാക്കറ്റ് സ്വീറ്റ്സ് ഈ കാർ കമ്പനി തന്നെ അയൽവക്കംകാർക്കും സുഹൃത്തുക്കൾക്കും കൊടുക്കാനായിട്ട് കൊടുക്കും. അപ്പോൾ ഈ വണ്ടി ഡെലിവറി എടുക്കുന്നത്, ഇതിൻ്റെ താക്കോൽ മേടിക്കുന്നത് ഈ
8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ്. 13-14 വയസ്സ് കാണും. അവന് വാഹനം ഓടിക്കാനൊന്നും അറിയത്തില്ല, പിതാവിനും അറിയത്തില്ല. ഒരു ഡ്രൈവറെയും കൂട്ടിയാണ് പോയത്. പക്ഷേ ഒരു രാജ്യം പിടിച്ച് അടക്കിയ സന്തോഷത്തോടെയാണ് ഈ മകന് പുതിയ കാറിൽ കയറി വീട്ടിലോട്ട് ഒരു രാജാവിനെ പോലെ വരുന്നത്. അതൊരു വലിയ സന്തോഷമായിരുന്നു അവരുടെ വീട്ടിൽ. അത് കഴിഞ്ഞ് ഈ കാർ വർഷങ്ങൾ അവർ ഉപയോഗിച്ചൊക്കെ കഴിഞ്ഞ് എപ്പോഴും അവർ ഓർക്കും ആ കാറിൻ്റെ ഡെലിവറി മോന് താക്കോലൊക്കെ മേടിച്ച് സന്തോഷമായിട്ട് ആ കാറിൽ കയറി വരുന്ന ആ യാത്ര. ഈ മോനെ നന്നായിട്ട് പഠിച്ചൊക്കെ കഴിഞ്ഞ് മോളും പഠിച്ചു. അവിടുത്തെ രണ്ടാമത്തെ മോനും പഠിച്ചു, മോളല്ല. പഠിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് 2 പേർക്കും യൂറോപ്യൻ രാജ്യത്തിലെ ഒരു രാജ്യത്താണ് ജോലി കിട്ടിയത്. 2 പേരും പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ ശേഷമാണ് നാട്ടിൽ വന്ന് വിവാഹം കഴിച്ചു. അവർ സെറ്റിൽഡായി കഴിഞ്ഞപ്പോൾ ഈ 2 മക്കൾക്കും ഒരു ആഗ്രഹം, അമ്മയെയും അപ്പനെയും കൂടി ഒന്ന്, അന്നേരം ഈ മനുഷ്യൻ റിട്ടയർമെൻ്റ് എടുത്തായിരുന്നു, ഒന്ന് കൊണ്ടുവന്ന് ഈ രാജ്യമൊക്കെ ഒന്ന് കാണിക്കണം, അവരെ കുറച്ച് ദിവസം നന്നായിട്ടൊന്ന് ട്രീറ്റ് ചെയ്യണം. അങ്ങനെ ഇവർക്ക് വിസ ഒക്കെ എടുത്തു കൊടുത്തു. ഇവരെ യൂറോപ്പിലെ ഒരു രാജ്യത്ത്, ഒരു കൊച്ചു രാജ്യമാണ്, എന്നാൽ സന്തോഷം നിറഞ്ഞ ഒരു രാജ്യം, അവിടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ 2-3 ദിവസം മോന് വലിയ കാര്യമായിരുന്നു. അത് കഴിഞ്ഞപ്പം അവരുടെ വീട്ടിലും ഇതുപോലെ ഈ മാതാപിതാക്കളെ കൊണ്ട് വീട്ടിൽ നിർത്തുന്നതിൽ മൂത്ത മകൻ്റെ ഭാര്യയ്ക്ക് വലിയ സന്തോഷമൊന്നുമില്ല. അതിങ്ങനെ പ്രത്യക്ഷമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. 2 കൂട്ടരും ജോലിക്ക് പോകേണ്ടി വരുവാണ്. അത് പോകുമ്പോൾ വീട്ടിൽ 2 പേരെ അവിടെ ഇരിക്കുന്നു. അത് കാണുന്ന അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഭാര്യയ്ക്കും കാറുണ്ട്, ഭർത്താവിനും കാറുണ്ട്. 2 പേരും 2 ഡയറക്ഷനിലാണ് ജോലിക്ക് പോകുന്നത്, 2 സമയത്തുമാണ്. ഇവർ ചെന്നതിൻ്റെ 4ാമത്തെ ദിവസമാണ് അവരുടെ 3ാമത്തെ ഒരു കാറ്. അതല്പം വലിപ്പമുള്ള വണ്ടിയാണ്. അവർ 2 പേരും ഓഫീസിൽ പോകാനായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ വണ്ടിയാണ്. കാരണം പാർക്കിങ്ങും ഡ്രൈവിങ്ങും ഒക്കെ എളുപ്പം നോക്കി. എന്നാൽ അവരൊരു വലിയ വണ്ടി പലപ്പോഴും പുറത്ത് പോകാനോ സുഹൃത്തുക്കളുടെ അടുത്ത് പോകാനോ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങുന്നത്. ആ വണ്ടിയുടെ ഡെലിവറി എടുക്കാൻ പോകുമ്പോൾ ഈ മകനോ മകളോ അവരുടെ അച്ചാച്ചനോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഇവർ പോയി വണ്ടി മേടിച്ചു, വണ്ടി കൊണ്ടുവന്നു. അടുത്ത സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ വന്നു. അവർ ആ വണ്ടി എടുത്തതിൻ്റെ വലിയൊരു ആഘോഷമൊക്കെ നടത്തി. ഈ മൂത്ത മോൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വണ്ടി കൊണ്ട് ഗരാജിൽ കയറ്റിയിട്ടു. മറ്റ് പഴയ 2 വണ്ടികളും വെളിയിൽ വിട്ടു. വണ്ടി ഒന്ന് പള്ളിയിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കുക, അതിന് വെഞ്ചരിക്കുക എന്നാണ് പറയുന്നത്. വണ്ടി കൊണ്ടുവന്നു. ചെറിയ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം വണ്ടി പള്ളിയിൽ ആ വണ്ടി ഒന്ന് വെഞ്ചരിച്ചെടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് അമ്മയോട് പറഞ്ഞു, അമ്മേ വണ്ടി വെഞ്ചരിക്കാൻ കൊണ്ടുപോവുകയാണ്, ചാച്ചനോട് വേണേ പോരാൻ പറയാൻ പറഞ്ഞു. ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല. ഈ മനുഷ്യൻ വണ്ടിയെ കണ്ടില്ല. കാരണം ഒരു പുതിയ വണ്ടി മേടിക്കാൻ പോയപ്പം പറഞ്ഞിട്ടില്ല. 4 ദിവസം കൊണ്ട് തന്നെ അവരുടെ മുഖത്തിന് വ്യത്യാസം വന്നു. അവർ വണ്ടി കൊണ്ടുപോയി വെഞ്ചരിച്ചു. ഈ മനുഷ്യൻ മാത്രം വീട്ടിൽ ഒറ്റയ്ക്കിരുന്നു. തിരിച്ചു വന്നു. അദ്ദേഹം ഇവിടെ 30 ദിവസം അവിടെ വന്നു. ഈ 30 ദിവസവും ഇവരാരും ആ ചാച്ചനെ ഒന്ന് ആ വണ്ടി കയറ്റുവാനോ അല്ലെങ്കിൽ ചാച്ച ഞങ്ങൾ ഈ വണ്ടി മേടിച്ചതൊന്ന് പുതിയ വണ്ടി ഒന്ന്
കാണണ്ടേ എന്ന് ചോദിക്കുക പോലും ചെയ്തില്ല. നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയ കാര്യമാണ്, വളരെ ചെറിയ കാര്യം. ഒരു മനുഷ്യൻ എന്തിനാണ് ഇതിന് മാത്രം അതിനു വേണ്ടി ഭാരപ്പെടുന്നത്? ആ മനുഷ്യൻ എന്നോട് പറയുകയാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാൻ പണമില്ലാഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിൽ കിടന്ന മോതിരം വരെ ആരും അറിയാതെ വിറ്റിട്ടാണ് ഡൗൺ പേയ്മെൻറ്റിന് പണം കൊടുക്കുകയും ശേഷം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയും ചെയ്തൊരു വണ്ടി മേടിച്ചപ്പോൾ എൻ്റെ മകനെ കൂട്ടിക്കൊണ്ട് പോയി ആ വണ്ടി ഡെലിവറി എടുക്കുമ്പോൾ ആ മകൻ്റെ കയ്യിലാണ് കീ കൊടുക്കുന്നത്. അന്ന് അവൻ്റെ മുഖത്തുണ്ടായ സന്തോഷം എത്ര വലുതായിരുന്നു! ഞാനും അത് കണ്ട് സന്തോഷിച്ചു. എന്നാൽ ഇന്ന് അവൻ പഠിച്ച മിടുക്കനായി. അവൻ പഠിച്ച മിടുക്കനെന്ന് പറഞ്ഞാൽ അവനെ പഠിപ്പിച്ചതുകൊണ്ട് അവൻ പഠിച്ച മിടുക്കനായത്. വിദേശത്തയക്കുമ്പോഴും ഇവനുണ്ടാക്കിയ ആ വിദേശത്ത് പോകാൻ വെച്ച വലിയൊരു തുക കടമുണ്ടായിരുന്നു. അതും ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് പോയത്. ഇദ്ദേഹം ജോലിയിൽ നിന്ന് പിരിയുമ്പോൾ കിട്ടിയ കുറച്ച് ലക്ഷങ്ങൾ ആ ബാങ്കിലെ കടം വീട്ടാനായിട്ടാണ് ഈ പിതാവ് എടുത്ത് മാറ്റിവെച്ചത്. ആ മകന് പിതാവിനെ അവിടെ കൊണ്ടുപോയിട്ട് ഒരു പുതിയ വാഹനം മേടിച്ചപ്പോൾ ഒരു വാക്ക് പറയുവാൻ തയ്യാറായില്ല. അത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, സുഹൃത്തുക്കളെല്ലാം വിളിച്ചു കൂട്ടി പുള്ളി ആഘോഷിച്ചപ്പോഴും പിതാവിനോടൊരു വാക്ക് സംസാരിക്കാൻ പോലും തയ്യാറായില്ല. ഒരുപക്ഷെ അവൻ വിചാരിച്ചു കാണും, ഇത് അച്ഛനോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഈ സംഭവങ്ങളൊക്കെ മനസ്സിലൂടെ കടന്നു പോകുന്നൊരു പിതാവിൻ്റെ വേദന. അദ്ദേഹം തിരിച്ചു പോരുന്നവരെ ആ കാറ് കണ്ടിട്ടില്ല. അത് ഗരാജിൻ്റെ അകത്താണ്, ഷട്ടറിടും. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞത്, നമ്മുടെയൊക്കെ വലിയ വേദനകൾ ഇന്ന് നമ്മുടെ മക്കൾക്ക് അതൊരു ഓർമ്മ പോലും ഉണ്ടാകത്തില്ല. സത്യമല്ലേ? ഒന്നാലോചിച്ച് നോക്ക്. ഒരു മകൻ്റെ വിടർന്ന കണ്ണുകളോട് കൂടി ആ പിതാവ് ഒരു വാഹനം മേടിച്ചപ്പോൾ മകനെ കൊണ്ടുപോയിട്ടാണത് താക്കോൽ മേടിക്കുകയും എല്ലാ കാര്യങ്ങളിലും ആ മകനെ മുന്നിൽ നിർത്തി ചെയ്ത ആ മകന് സ്വന്തമായിട്ടൊരു മൂന്നാമത്തെ വാഹനം മേടിക്കുമ്പോൾ ആ പിതാവ് അവിടെ ഉണ്ടായിട്ട് ആ പിതാവിനോടൊരു വാക്ക് പറയുവാനോ ഒന്നും വേണ്ട, അത് വെഞ്ചരിക്കാൻ കൊണ്ടുപോകുമ്പോഴൊന്ന് കൂടെ കൊണ്ടുപോകാനോ താല്പര്യം കാണിച്ചില്ല. അമ്മയോട് പറഞ്ഞു, ചാച്ചന് വേണമെങ്കിൽ വരാൻ പറയാൻ. ആ പിതാവ് പോയില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കും, ഇതൊക്കെയാണ് നമ്മുടെ ഹൃദയത്തെ പലപ്പോഴും ചുറ്റുമുള്ളവർ നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, ഇതെന്ത് കാര്യമാണെന്ന് വിചാരിക്കും. പക്ഷേ അത് ഹൃദയത്തെ തകർക്കും. അതാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ മക്കളിലൂടെ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിത് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും മക്കൾ ഈ വീഡിയോ കണ്ടാൽ ഈ പിതാക്കന്മാരുടെ കൊച്ചു ഒരു സന്തോഷങ്ങൾക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ഒരു മുൻതൂക്കം കൊടുക്കണം. ഒരു ചെറിയ കാര്യം മതിയായിരുന്നു. ആ മനുഷ്യൻ്റെ ഹൃദയം ഇത്രമാത്രം തകരുകയില്ല. നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചും കരുതിയും ആണ് ഈ പിതാക്കന്മാരും അമ്മമാരും ഒക്കെ നിങ്ങളെ വളർത്തിയതും സ്നേഹിച്ചതെന്ന് ഓർക്കുക. അത് മറക്കാതിരിക്കുക. നിങ്ങൾക്ക് നന്മ ഉണ്ടാകും.